ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രാർത്ഥന മാത്രം ഇന്നും രുദ്രൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെറുതെ പുലമ്പി നടക്കുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോകവേ ഗുജറാൾ വീട് ആകെ തകർന്നു വന്നിരുന്നു. ആകെ അവശയായി പ്രാർത്ഥനയ്ക്ക് കാര്യമായി മാനസിക നിലയിൽ പ്രശ്നമുണ്ടായി. ഇതിനിടെയാണ് പ്രാർത്ഥന താൻ ഗർഭിണിയാണെന്ന കാര്യം തിരിച്ചറിയുന്നത്. അച്ഛനില്ലാത്ത ആ കുഞ്ഞിന് ജന്മം നൽകാൻ പ്രാർത്ഥന വീണ്ടും തൻ്റെ പഴയ ഊർജം തിരിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ മാനസിക നില തിരിച്ചെടുത്തെങ്കിലും പ്രാർത്ഥനയുടെ പ്രസവത്തോടെ തന്നെ അവൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളാൽ ആ കുഞ്ഞ് ഈ ലോകം കണ്ടില്ല. മരിച്ച നിലയിൽ ആ കുഞ്ഞിനെ പ്രാർത്ഥന പ്രസവിച്ചു. 1.5 വർഷം മുൻപ് കഴിഞ്ഞുപോയ ഇത്രയും കാര്യങ്ങൾ പ്രൊഫസറും ഉർവശിയും ആലോചിച്ചു. ഉർവശി, കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നമ്മൾ വിജയിച്ചിരുന്നു. ഇനി വിരലിലെണ്ണാൻ 10 ദിവസങ്ങൾ ബാക്കി. നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നു. നിനക്കോർമ്മയുണ്ടോ ആ പ്രാർത്ഥനയെയും രുദ്രനെയും നമ്മൾ രണ്ടാക്കിയതിന് പിന്നാലെ പ്രീതിയെയും രഘുവിനെയും രണ്ടാക്കിയത്? അന്നേരം ഉർവശി പറഞ്ഞു, അതങ്ങനെ മറക്കാൻ പറ്റുമോ എൻ്റെ പ്രൊഫസറെ? ഇത്തിരി ബുദ്ധിമുട്ടിയെങ്കിലും കാര്യം നമ്മൾ അങ്ങ് നടപ്പിലാക്കിയില്ലേ? വിചാരിച്ചതിലും ഭംഗിയായി. ഇത്രയും പറഞ്ഞ് ഉർവശിയും പഴയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. 1.5 വർഷത്തിന് മുൻപ്. സീൻ 8. പ്രതയും ഋഷിയും രുദ്രനും മരിച്ച് 3 മാസങ്ങൾക്കപ്പുറം. പ്രാർത്ഥന ഇന്ന് 3 മാസം ഗർഭിണിയാണ്. പ്രീതി രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകാനുള്ള അവസാന മാസങ്ങളിലേക്ക് കടക്കാൻ തയ്യാറാവുന്ന സമയമായിരുന്നു അത്. അന്നൊരിക്കൽ രഘു രാവിലെ വളരെ ഹാപ്പിയായി പ്രീതിയോട് യാത്രയും പറഞ്ഞ് ഇസമോൾക്ക് ഉമ്മയും കൊടുത്ത് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. പോകും വഴിയാണ് രഘുവിന് ആ കോൾ വന്നത്. കോൾ അറ്റൻഡ് ചെയ്ത രഘു ഞെട്ടിക്കുന്ന ആ വാർത്തയറിഞ്ഞു. രഘു സാറല്ലേ ഇത്? രഘു സാറേ, നിങ്ങളുടെ ഭാര്യ പ്രീതി വിവാഹത്തിന് മുൻപേ പിഴച്ചു പോയവളാണ്. അക്കാര്യം കേട്ട രഘു പെട്ടെന്ന് ഫോണിലൂടെ പൊട്ടിത്തെറിച്ചു. എടോ, ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മര്യാദയോടെ ജീവിക്കുന്ന എൻ്റെ പെണ്ണിനെ കുറിച്ച് അനാവശ്യം പറയുന്നു. അന്നേരം അയാൾ പറഞ്ഞു, സത്യമാണ് രഘു സാറേ, ഇത് തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിലെ ദിനേശുമായി പ്രീതി എന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ പ്രണയത്തിലായിരുന്നു. ആ ദിനേശ് അവളെ സ്വന്തമാക്കിയിട്ടുമുണ്ട്. സംശയമുണ്ടെങ്കിൽ ദിനേശ് ആരാണെന്ന് നിങ്ങളുടെ ഭാര്യയോട് തന്നെ നേരിട്ട് ചോദിച്ചു നോക്ക്. പിന്നെ ഒന്നുകൂടി ഞാൻ പറയാം, അവർ ഇപ്പോഴും പ്രണയത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ദിനേശ് പലപ്പോഴും എറണാകുളത്തുള്ള നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യത്തെ മോള് പോലും അയാളുടേതായിരിക്കും. രണ്ടാമത് ഇപ്പോളൊന്ന് വയറ്റിലുണ്ടല്ലോ, അതും അവൻ്റെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞതൊക്കെ സാറിന് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വേണ്ട. എന്തായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോട് തന്നെ ചോദിച്ചു നോക്ക്. ഇത്രയും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. രഘുവിനെ ഫോൺ വിളിച്ചത് ജീവനായിരുന്നു. ശബ്ദം മാറ്റി സംസാരിച്ച് ജീവൻ ഫോൺ വെച്ച ശേഷം ഉർവശിയോട് പറഞ്ഞു, ഉർവശി, അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഇനി കാര്യങ്ങൾ നടക്കും. നീ നോക്കിക്കോ. ഇന്ന് സൂര്യൻ അസ്തമിക്കും മുൻപേ രഘുവും പ്രീതിയും രണ്ടായിരിക്കും. ഇതേ സമയം ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ ദിനേശ് പ്രീതിയുടെ വീട്ടിൽ എത്തിയിരുന്നു. പ്രീതി, വാ എൻ്റെ കൂടെ. ഇനി നീ എന്റേതാ. ഈ നിമിഷം ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയാണ്. എന്റെ പ്രീതി ഒരിക്കലും അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. എനിക്ക് പറയാനൊരു അവസരം. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. മതി രഘുവീർ അലാവത്ത്. ഇപ്പോ ഈ നിമിഷം നിങ്ങൾ പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ, മറ്റൊരുവന്റെ കൂടെ വിവാഹത്തിന് മുമ്പ് കിടന്നു കൊടുത്തവളാണവൾ. നീ എന്ന കഴുകന് മുന്നിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് അതുപോലെ അല്ല.
എന്താ പ്രീതി, ഒന്ന് സമ്മതിക്കുന്നേ? നിന്റെ ഭർത്താവൊന്നും ഇവിടെ ഇല്ലല്ലോ.